ബാഴ്സലോണ നന്നായിട്ട് കളിച്ചു. പക്ഷെ നന്നായിട്ട് കളിച്ചാൽ കൊണ്ട് മാത്രം പോരാ, റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗോൾ അടിക്കുക, കളി ജയിക്കുക. അത്ലറ്റിക്കോ മാഡ്രിഡ് അത് ചെയ്തു. അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണ മത്സരത്തിലെ ചില ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ നമുക്ക് ആ ഒരു റെഡ് കാർഡിൽ തന്നെ തുടങ്ങാം. ആ കളി ബാഴ്സലോണ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തു. ബോൾ പൊസിഷൻ ബാഴ്സയ്ക്കായിരുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഷൂട്ട് അടിക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ മാത്രം 10 ഷൂട്ടാണ് ബാഴ്സ അടിച്ചിരുന്നത്, 5 ഓൺ ടാർഗറ്റിലേക്ക് വെച്ചു. അങ്ങനെ മൊത്തത്തിൽ ബാഴ്സ ഡോമിനേറ്റ് ചെയ്യുകയാണ്. ബാഴ്സ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് വരുന്നത്. പൗക്കു ബാർസി നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു ക്രോസ് ഫീൽഡ് റണ്ണ് നടത്തുവാണല്ലോ, അതായത് ആ ഒരു ഫോർവേഡ് ഇങ്ങോട്ട് മൂവ് ആകുന്നു, പൗക്കു ബാർസി അങ്ങോട്ട് മൂവ് ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബോഡി കോണ്ടാക്ട് വരും, ഫൗളാകും. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതിന് മുന്നിൽ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ആ ഒരു പ്ലെയറിന്റെ മുന്നിലായിട്ടൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒരിക്കലും അതൊരു റെഡ് കാർഡല്ല, ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്ലെയർ ആരും ഇല്ല. ആദ്യമേ ഒരു റെഫറി യെല്ലോ കാർഡാണ് കൊടുക്കുന്നത്, പിന്നെ VR ചെക്ക് ചെയ്തിട്ടാണ് റെഡ് കൊടുക്കുന്നത്. യെല്ലോ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അത് റെഡ് ആണ്. കാരണം ഫൈനൽ മാനെ വീഴ്ത്തി കഴിഞ്ഞാൽ, അത് ചെറിയ ഫൗൾ ആയാലും ശരി വലിയ ഫൗൾ ആയാലും ശരി, ഫൈനൽ മാനെ വീഴ്ത്തി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് റെഡ് കിട്ടും, അതിലൊരു സംശയം വേണ്ട. ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ച് ഈ ഒരു മാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമായിരിക്കും. കാരണം ബാഴ്സ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എഫേർട്ട് ഇട്ട് ബാഴ്സലോണ കളിച്ചിട്ടുണ്ട്. പക്ഷെ റിസൾട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് അങ്ങ് കൊണ്ടുപോയി, കളി അവർ കൊണ്ടുപോയി. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് ഇതൊരു ഹിസ്റ്റോറിക്കൽ വിജയമാണ്. കാരണം 2006 ശേഷം ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചിട്ടില്ല. 25 മത്സരങ്ങൾ ക്യാമ്പ് നൗവിൽ അൺബീറ്റൺ ആയിരുന്നു ബാഴ്സലോണ. ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിച്ച് 25 മാച്ചസ് അൺബീറ്റൺ ആയിരുന്നു. 2006 ശേഷം എത്ര വർഷമായി? 10-20 വർഷത്തായിട്ട് ബാഴ്സയ്ക്കെതിരെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ക്യാമ്പ് നൗവിൽ കഴിഞ്ഞിട്ടില്ല. ഡിയോഗോ സിമയോണിക്ക് ബാഴ്സയ്ക്കെതിരെ ക്യാമ്പ് നൗവിൽ ഡിയോഗോ സിമയോണി ജയിക്കുന്ന ആദ്യത്തെ മാച്ചാണിത്. ഡിയോഗോ സിമയോണി ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൽ വന്നിട്ട് തന്നെ വർഷങ്ങൾ കുറയായി, 10 വർഷത്തോളം എന്തായിരുന്നു. അപ്പോൾ അത്രയും വർഷത്തിനിടയിൽ അവർ നേടുന്ന ആദ്യത്തെ ഒരു വിജയം, ഒരു ഹിസ്റ്റോറിക്കൽ വിൻ തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ. എനിക്ക് തോന്നുന്നു 2024 തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് റൊണാൾഡോ അറോജോ റെഡ് കാർഡ് വാങ്ങിയിട്ട് പോകുന്നു, PSG-ക്കെതിരെയാണെന്ന് തോന്നുന്നു. അന്ന് റൊണാൾഡോ അറോജോ റെഡ് കാർഡ് വാങ്ങി പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഇതാ പൗക്കു ബാർസി റെഡ് കാർഡ് വാങ്ങി പോയിരിക്കുകയാണ്. റെഡ് കാർഡിന്റെ കണക്കുകൾ നോക്കുന്ന സമയത്ത് അവസാനത്തെ 10 വർഷത്തിൽ 12 റെഡ് കാർഡാണ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ താരങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് ബാഴ്സ താരങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ വാങ്ങിയിട്ടിരിക്കുകയാണ്. അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് വാങ്ങിയ ടീമായിട്ട് ബാഴ്സ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ 12 റെഡ് കാർഡ്. അപ്പൊ ഈ റെഡ് കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ ഗതി തന്നെ മാറ്റി. സാധാരണ ബോക്സിന്റെ അവിടെ നിന്നൊക്കെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു റെഡ് കാർഡ് കിട്ടുമ്പോൾ ആ ടീം മൊത്തത്തിൽ ഡൗൺ ആവുമല്ലോ. ആ സമയത്ത് ആ ഒരു ഫ്രീ കിക്ക് ഗോളാക്കുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അത് തന്നെ സംഭവിച്ചു, ഗോൾ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീ കിക്ക് എടുത്തത് ഞാൻ പറയേണ്ടതില്ല, അർജന്റീനിയൻ താരമായിട്ടുള്ള ജൂലിയൻ ആൽവാരസ് ആണ്. ജൂലിയൻ ആൽവാരസിന്റെ ഫ്രീ കിക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് പല ടീമുകൾക്കെതിരെ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ഫ്രീ കിക്കാണത്. കാരണം ഒരു 4-man വാളായിരുന്നു ബാഴ്സ സെറ്റ് ചെയ്തിരുന്നത്. ആ ഒരു വാളിൽ ഈ ഒരു ഇങ്ങേറ്റം സൈഡിൽ ഒരു ലാസ്റ്റ് സൈഡിലായിട്ട് നിന്നിരുന്നത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു. ലെവൻഡോസ്കിയുടെ തലയ്ക്ക് മുകളിൽ കൂടെയാണ് അത് പോകുന്നത്. തീർച്ചയായിട്ടും അത് ടോപ്പ് കോർണർ ആ ഒരു സ്ഥലത്തായിരിക്കും പോകുന്നത്. ഒരിക്കലും ജുവാൻ ഗാർസിക്ക് അത് തടയാൻ പറ്റത്തില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ഈസി ആയിട്ട് അത് ഗോളായി. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോളിന്റെ ലീഡുമായിട്ടാണ് അവർ പോകുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സ എന്നെ നെട്ടിച്ചു കളഞ്ഞു. സെക്കൻഡ് ഹാഫിൽ ഞാൻ ബാഴ്സ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഗോളുകൾ കൺഫീഡ് ചെയ്യരുത് എന്ന് കരുതിയിട്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സ അങ്ങ് ഇളകി കളിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആ ഒരു മെന്റാലിറ്റി, അതിലൊരു ചേഞ്ച് വന്നിട്ടില്ലായിരുന്നു. അവർ ഡൗണേ ആയില്ല ബാഴ്സ. അവർ ആ ഒരു പീക്ക് മൂമെന്റം അതുപോലെ തന്നെ കീപ്പ് ചെയ്ത ഫുൾ ടൈം മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗോളിലേക്ക് വരാം. രണ്ടാമത്തെ ഗോൾ അടിച്ചിരുന്നത് നോർവൻ താരമായിട്ടുള്ള അലജാൻഡ്രോ സോർലോത്താണ്. ഇതാണോ അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല. അലക്സാൻഡ്രോ സോർലോത്ത്. ആള് ഒരു കിഡിലൻ സെന്റർ ഫോർവേഡ് ആണ്. ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40% ഗോൾ ഇതുപോലത്തെ ഗോളാണ്. ഇതുപോലത്തെ, അതായത് ക്രോസ് വരും, ക്രോസിൽ നിന്ന് ഫസ്റ്റ് ടൈം തന്നെ അടിച്ച് ഗോളാക്കും. ഇതുപോലത്തെ ഒരു ഗോളാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു 40% അടിച്ചിട്ടുള്ളത്. അപ്പോൾ സൊർലോത്ത്
സബ്ബായിട്ട് സ്വർലോത്തിനെ കൊണ്ടുവരുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോയുടെ മാച്ചസ് കാണുന്നവർക്കറിയാം, ഇതുപോലെ അവസാന സമയങ്ങളിൽ സ്വർലോത്തിനെ സബ്ബായിട്ട് കൊണ്ടുവരുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. അവിടെ ഡിഫൻസീവ് എറർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഡിഫൻസീവ് എററാണ്. പക്ഷേ സ്വർലോത്തിന്റെ തൊട്ട് പുറകിൽ നിന്നിട്ടുള്ള ഡിഫൻഡർ ജെറാഡ് മാർട്ടിന്റെ എററായിട്ട് ഞാൻ പറയത്തില്ല. കാരണം സ്വർലോത്ത് മാർട്ടിനെക്കാളും ഫിസിക്കലി അതുപോലെ തന്നെ ഹൈറ്റ് ഉള്ള ഒരു പ്ലെയറാണ്, ഫിസിക്കലി മികച്ച പ്ലെയറാണ്, ഹൈറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആ പ്ലെയറിനെ ബ്ലോക്ക് ചെയ്യാന്ന് പറയുന്നത് അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷെ മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഗാർഫിയായിരുന്നു, അതായത് പബ്കു വാർസിക്ക് റെഡ് കാർഡ് വാങ്ങി അദ്ദേഹം പോകുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഗാർഫിയായിരുന്നു, എറിക് ഗാർഫിയ. അപ്പൊ എറിക് ഗാർഫിയ കുറച്ചുകൂടി, കാരണം അവിടെ വേറെ പ്ലേയേഴ്സ് ഒന്നും ഇല്ലല്ലോ, വേറെ ആരും ഇല്ല. അപ്പോൾ എറിക് ഗാർഫിയ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി നിന്നിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഗോളാകത്തില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അതൊരു നല്ല ക്രോസ് ആണ്. അങ്ങനത്തെ ഒരു ക്രോസ് ഒന്നും ചെയ്യാൻ വിടരുത്, അത് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഉള്ളതറിയാലോ, കൂണ്ടയാണ്, ജുവൽസ് കൂണ്ടെ ഈ മാച്ചിൽ കൂണ്ടെ ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെയാണ് നടത്തിയിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കൂണ്ടയുടെ ഒരു ക്രോസ് പോകാൻ പാടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ക്രോസ് പോയി, അത് ഗോളായി, അതിൽ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫിലും ബാഴ്സ തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിരുന്നത്. ബോൾ പൊസിഷന്റെ കാര്യമായാലും ശരി, എല്ലാം മൊത്തം എല്ലാ മേഖലയിലും ബാഴ്സയ്ക്ക് ആധിപത്യം ഉണ്ടായിരുന്നു. ബോൾ പൊസിഷൻ 48% ബാഴ്സയ്ക്ക്. 7 കോർണർ ബാഴ്സ വിൻ ചെയ്തിരുന്നു. ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ് സെറ്റ് പീസ്, കോർണർ ആയാലും ശരി, ഫ്രീ കിക്ക് ആയാലും ശരി, ഒന്നും അത്ര മികച്ച രീതിയിൽ ബാഴ്സയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടൊന്നും തോന്നുന്നില്ല. ആകെ കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു റാഷ്ഫോർഡ് എടുത്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, അത് കീപ്പർ സേവ് ചെയ്തിട്ട് ബാറിൽ തട്ടിപ്പോയി. ആ ഒരു ഫ്രീ കിക്ക് അല്ലാതെ എടുത്തു പറയാൻ അങ്ങനെ മികച്ചൊരു സെറ്റ് പീസേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റൊണാൾഡോ അറോജോ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്നെ ഒരു ഹെഡർ ആയിരുന്നു അത്. ഈ ഒരു ഇൻസിഡന്റുകളല്ലാതെ സെറ്റ് പീസ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. 7 കോർണർ എന്ന് പറയുമ്പോൾ ചില ടീമിനൊക്കെ 1-2 കോർണർ കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് ഗോൾ കണ്ടെത്തുന്ന ടീമുകളുണ്ട്. ഏതാണ് ആ ടീമെന്ന് ഞാൻ പറയേണ്ടതില്ല, അറിയാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ ടീമുകളുള്ള സ്ഥലത്ത് 7 കോർണർ കിട്ടിയിട്ട് അതിൽ ഒരെണ്ണം പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഒരെണ്ണം പോലും പ്രോപ്പറായിട്ട് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. ഇത്രയും 9ഓളം കോർണർ കിട്ടിയിട്ട് ഇതിനു മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 3-0 ബാഴ്സ ജയിച്ച മാച്ച് ഉണ്ടായിരുന്നു. അതായത് 4 ഗോളുകൾക്ക് ബാഴ്സ ഫസ്റ്റ് ലെഗ് തോറ്റു കോപ്പ ഡെൽറേയുടെ സെമി ഫൈനലിൽ. എന്നിട്ട് സെക്കൻഡ് ലെഗിൽ 3 ഗോളിന് ജയിച്ചു. ആ മാച്ച് 9 കോർണർ എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതൊന്നും കൺവേർട്ട് ചെയ്തിരുന്നില്ല. ഈ മാച്ചിൽ 7 കിട്ടി, കൺവേർട്ട് ചെയ്തിട്ടില്ല. 16 ഷൂട്ടായിരുന്നു ഈ മാച്ച്, 18 ഷൂട്ടായിരുന്നു ബാഴ്സ ഈ മാച്ചിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. 18 അതിൽ 7 ഓൺ ടാർഗറ്റ്, 7 ഷൂട്ട് ഓൺ ടാർഗറ്റ്. മറുഭാഗത്ത് 5 അടിച്ചു, 3 ഓൺ ടാർഗറ്റ്, 2 ഗോളായി. ഒരെണ്ണം മാത്രമാണ് ഗാൽഫിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ മാച്ചിലെ പെർഫോമൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കിടിലൻ പെർഫോമൻസ് നടത്തിയത് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും, ലാമിൻ യമാലാണ്. ഏജാതി പെർഫോമൻസ് ആണ് ആ പ്ലെയർ നടത്തിയിട്ടുള്ളത്. ആള് 7 പേരെയൊക്കെ ഡ്രിബിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ബോക്സിനകത്ത് ഡ്രിബിൾ ചെയ്യാന്ന് പറയുന്നത് ഈസി പരിപാടിയല്ല, കാരണം അത്രയും കംപ്രസ് ആണ്. കാരണം കുറെ പ്ലേയേഴ്സ് അവിടെ കൂടി നിൽക്കുകയാണല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയേ അല്ല. ആള് ഈ മാച്ചിൽ വേറെ ലെവലായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കീ പാസസ് 3 നൽകിയിട്ടുണ്ടായിരുന്നു. 2 ക്രോസ് ചെയ്ത് 2 ആക്യുറേറ്റ് ആയിരുന്നു. 4 ലോങ് ബോൾ നൽകിയതിന് 3 ആക്യുറേറ്റ് ആയിരുന്നു. 8.5 ലാമിൻ യമാലിന്റെ ഈ മാച്ചിലെ റേറ്റിംഗ് എന്ന് പറയുന്നത്. യമാലിനെ സംബന്ധിച്ച് കളിയുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഫൈനൽ തേർഡിലേക്ക് യമാല് 2 പാസസ് ചെയ്തത് 2 മിസ്റ്റേക്ക് ആയിരുന്നു. അതിനുശേഷം പിന്നീട് യമാല് കളിച്ചിട്ടുള്ളത് വേറെ ലെവൽ ഒരു ഗെയിമാണ്. ഈ മാച്ചിൽ 2 ടീമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കിടിലൻ കളി കളിച്ചിട്ടുള്ളത് യമാലാണ്. വേറെ ലെവലിൽ യമാല് കളിച്ചു, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ടീമിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ടീമിൽ നല്ലൊരു സെന്റർ ഫോർവേഡിന്റെ കുറവ് ഇന്നത്തെ മാച്ചിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഡാനി ഓൽമോ ഒക്കെ മരിച്ച് കളിച്ചിട്ടുണ്ട് ഈ മാച്ചിൽ. ഓൽമോ ആദ്യം ഒരു അറ്റാക്കിംഗ് മിഡായിട്ടായിരുന്നു കളിച്ചിരുന്നത്. പ്രസ്സിങ്ങിൽ ആ ഒരു റോബർട്ട് ലെവൻഡോസ്കി ചില സമയത്ത് താഴോട്ട് വരുമ്പോൾ അവിടെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഡാനി ഓൽമോനെ. അതിനുശേഷം ആള് പിന്നീട് സെന്റർ മിഡായിട്ട് കളിക്കുന്ന കണ്ടു, ഡിഫെൻസീവ് മിഡ് റോള് കളിക്കുന്ന കണ്ടു. അങ്ങനെ പല പൊസിഷനിലും ആളെ കാണാൻ പറ്റുന്നുണ്ട്, വിങ്ങിൽ ആളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓവറോൾ ആള് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ മാച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. 7.4 ആളുടെ ഈ ഒരു മാച്ചിലെ റേറ്റിംഗ് എന്ന് പറയുന്നത്. സബ്ബായിട്ട് എത്തിയ ഫെർമി ലോപ്പസ്, ഞാൻ
ഫസ്റ്റ് 11 ആദ്യ 11 പ്രതീക്ഷിച്ചിരുന്നതാണ് ഫെർമിൻ ലോപ്പസിനെ. പക്ഷെ സബ്ബായിട്ടാണ് ആളെ ഇറക്കിയത്. സബ്ബായിട്ട് വന്നിട്ട് ആള് വിങ്ങിലും മിഡിലായിട്ടൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു 7 റേറ്റിംഗ് എന്നാണ് താരത്തിനുള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെ ആ കിട്ടിയ അത്രയും ടൈം ആൾ കളിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു ഡ്രിബിളിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, 2-3 നല്ല ഡ്രിബിളിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് എറിക് ഗാർസിയാണ്. എറിക് ഗാർസിയെ സംബന്ധിച്ച് ഇന്നത്തെ മാച്ചിൽ ആള് മിഡ്ഫീൽഡർ ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ഡബിൾ പിയോട്ട് സിസ്റ്റത്തിൽ ആളൊരു പിയോട്ടായിട്ട് തുടങ്ങി. പക്ഷെ ആ ഒരു റെഡ് കാർഡിന് ശേഷം ആളൊരു സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് മാറി. അടുത്ത മാച്ചിനും ആള് തന്നെയായിരിക്കും സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. കാരണം പൗക്ക് ബാർസി റെഡ് കാർഡാണല്ലോ, സസ്പെൻഷൻ. അപ്പോൾ ആള് തന്നെയായിരിക്കും സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ബാഴ്സ അടുത്ത മാച്ച് ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോയാൽ പോലും പൗക്ക് ബാർസി കിട്ടാൻ സാധ്യതയില്ല. കാരണം ഡയറക്റ്റ് റെഡ് ആണല്ലോ. കുറഞ്ഞതൊരു 2 മാച്ച്, മാക്സിമം 3 മാച്ച് വരെയൊക്കെ സസ്പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു മാച്ചിൽ തന്നെ അവർ കുറയ്ക്കും. അത് ആ ഒരു ഫൗളിന്റെ ഒരു ഇത് നോക്കിയിട്ടാണ് അവർ സാധാരണ ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ കണ്ടറിയണം എന്താണ് സംഭവം. അപ്പോൾ എന്തായാലും അടുത്ത മാച്ചിലില്ല. അതുകൊണ്ട് തന്നെ എറിക് ഗാർസിയ തന്നെ ആയിരിക്കണം അടുത്ത മാച്ചിലും ആ ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കേണ്ടി വരിക. ഗാർസിയെ സംബന്ധിച്ച് സ്കോർ ഡെപ്ത് വളരെ 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 ശോക അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ വിന്ന് അവർ സ്വന്തമാക്കിയിട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാച്ച് അവര് ബാഴ്സയോട് തോറ്റു. അവര് ആ 2 മാച്ചിലെ അവരുടെ സിറ്റുവേഷൻ എൻ്റയർ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബാഴ്സയോട് അവര് 4 ഗോളിന് ആ ഒരു സെമി ഫൈനലിൽ ജയിച്ചതിന് ശേഷം പിന്നെ ക്യാമ്പ് നൗവിൽ പോയി 3 ഗോളിന് തോൽക്കുകയായിരുന്നു. അന്നത്തെ മാച്ചിൽ അവരെ സംബന്ധിച്ച് 4 ഗോൾ ഡിഫെൻഡിങ് ചെയ്യുക, ആ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് അവർ ഇറങ്ങി. അത് അവർ ജയിച്ചു. 3 ഗോൾ കൺസിഡർ ചെയ്ത് കളി തോറ്റെങ്കിൽ പോലും 4 ഗോൾ അവർക്ക് ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റി. അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റി എന്നതാണ്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ മാച്ച്, അതായത് കഴിഞ്ഞ മാച്ച്, ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നടന്ന മാച്ച്, ആ മാച്ചിലേക്ക് വരുമ്പോൾ അവർ ഓൾറെഡി ലീഗിൽ കപ്പ് അവരടിക്കാൻ പോകുന്നില്ല. അവർ ടോപ്പ് 4 ഫിനിഷ് ചെയ്യണം. അതിപ്പോൾ ആ ഒരു മാച്ച് തോറ്റാലും അവർ ടോപ്പ് 4 ഫിനിഷ് ചെയ്യും. അതൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അവർ മെയിൻ ആയിട്ടുള്ള പ്ലെയേഴ്സ്, അതായത് ഈ ഒരു ജൂലിയൻ ആൽവാരസിനെ കളിപ്പിച്ചിട്ടില്ലായിരുന്നു, ലുക്മാനെ കളിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കളിപ്പിക്കാതെ അവർക്കെല്ലാം റെസ്റ്റ് കൊടുത്തു. അവരെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് വന്ന് നിൽക്കുവാണ്. പക്ഷെ ബാഴ്സയെ സംബന്ധിച്ച കാര്യം അങ്ങനെയല്ല. ബാഴ്സയെ സംബന്ധിച്ച് 4 ഗോൾ പുറകെ കിടക്കുവാണ്. അപ്പോൾ 5 ഗോൾ അടിക്കണം, ഫോമിലാണ് മാച്ച്. അപ്പോൾ അതിനുവേണ്ടി അവർ കളിച്ചു. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് 4 പോയിന്റ് ലീഡുമായിട്ടാണ് അവർ ഇറങ്ങുന്നത്. ആ 4 പോയിന്റ് ലീഡുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു മാച്ച് തോക്കരുത്, ലീഗ് ട്രോഫി അവർക്ക് നിലനിർത്തണം. അതുകൊണ്ട് തന്നെ അവർ ഫുൾ സ്ക്വാഡ് വെച്ച് കളിപ്പിച്ചു, ഫുൾ പ്ലേയേഴ്സിനെ യൂസ് ചെയ്തു. അപ്പോൾ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ അതാണ് കഴിഞ്ഞ 2 മാച്ചും അത്ലറ്റിക്കോ തോറ്റു പോയിരുന്നത്. ഇപ്പൊ ഈ മാച്ചിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഫ്രഷ് റിസൾട്ടാണ്. അതായത് അടുത്ത ലെഗ് അവരുടെ ഹോമിലാണ്, അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ മാച്ച് അവർ 1 ഗോളിന് തോറ്റാലും ജയിച്ചാലും സമനിലയായാലും പോലും അവർക്കത് അഡ്വാൻറ്റേജ് ആണ് എന്നതാണ്. വലിയൊരു സ്കോർ മാർജിനിൽ തോക്കരുത്, അതിനനുസരിച്ചാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റി, ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, ഷൂട്ട് അടിക്കാൻ പറ്റി, എല്ലാം ചെയ്യാൻ പറ്റി. പക്ഷെ ഒരു 1-on-1 സിറ്റുവേഷൻ, കീപ്പറുമായിട്ടുള്ള ഒരു 1-on-1 സിറ്റുവേഷൻ ഈ മാച്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഒന്നും ആ രീതിയിലുള്ള ഒരു ചാൻസസ് ഒന്നും ഈ മാച്ചിൽ ബാഴ്സയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു, 1-on-1 സിറ്റുവേഷൻസ്, അതുപോലത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നത്. അത് അവർ പ്രോപ്പറായിട്ട് ചെയ്തു. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ജൂലിയൻ ആൽവാരസ് ആണ്. 7.9 റേറ്റിംഗ്. ആള് കിഡിലനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ മാച്ചിൽ. അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ആള് അറിയാലോ, ബോക്സിൽ കളിക്കുന്ന ടൈപ്പ് ഒരു സെന്റർ ഫോർവേഡ് അല്ല, കയറി ഇറങ്ങി കളിക്കുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആണ്. ആൾ അതിനനുസരിച്ച് കയറി ഇറങ്ങി തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഡിഫൻസിൽ മൊളീനിയ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റോബിൻ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡിഫൻസിൽ കളിച്ചിരുന്ന ഒരു വിങ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന റുഗറ, അങ്ങനെ എന്തൊരു പ്ലെയർ ആണ്, ആ ഒരു പ്ലെയറും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് 7.4 എന്തോ റേറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ സംബന്ധിച്ച് അവരുടെ ഡിഫൻസ് അത്യാവശ്യം വളരെ മികച്ച രീതിയിൽ കളിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള താരം എന്ന് പറയുന്നത് മൂഫോ. അതായത് അവരുടെ ഗോൾ കീപ്പർ, ആളൊരു അർജന്റീനിയൻ ഗോൾ കീപ്പറാണ്. 31 വയസ്സെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആള് യങ്സ്റ്റർ എന്നാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ആൾ യങ്സ്റ്റർ ഒന്നുമല്ല, ജുവാൻ മൂഫോ ഈ മാച്ചിൽ നടത്തിയിട്ടുള്ളത്
വേറെ ലെവൽ പെർഫോമൻസ് ആണ്. 7 ഫേവ് ആണ്, 7 ഫേവ്, എണ്ണം പറഞ്ഞ 7 ഫേവ്, 7.6 റേറ്റിംഗ് ഉണ്ട് ആൾക്ക്. ആളെ സംബന്ധിച്ച് ഭയങ്കര കഷ്ടപ്പെട്ട ഫേവുകൾ, അങ്ങനത്തെ ഫേവുകളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം നേരെ വന്നിട്ടുള്ള ഒരു നല്ല പൊസിഷനിങ് ആയിരുന്നു ആളുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ ബോളും സ്ട്രെയിറ്റ് ആയിട്ട്, ഡൈവിങ് സേവുകളോ അങ്ങനത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സേവുകളൊന്നും ഇല്ല. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ബോളുകളായിരുന്നു മാക്സിമം എല്ലാം തന്നെ. അതൊക്കെ ആള് ഈസി ആയിട്ട് അങ്ങ് സേവ് ചെയ്തു എന്നതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സബായിട്ട് വന്നിട്ടുള്ള അലക്സാണ്ടർ സോർലോത്ത് 7.3 റേറ്റിംഗ്. ആളെ കൊണ്ടുവന്നത് എന്തിനാണോ അത് ആൾ അതുപോലെ ചെയ്തു എന്നതാണ്. ഒരു ക്രോസ് വരും, അതിനെ കൺവേർട്ട് ചെയ്യുക. ഇതിനു മുമ്പും അത്ലറ്റിക്കോ മാഡ്രിഡ് ലാലിഗയില് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാച്ചസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കുറെ മാച്ചസ് ഒക്കെ കണ്ടിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ. ഈ ഒരു ബാഴ്സയുടെ റയലിന്റെ എതിരെയുള്ള മാച്ചസ് മാത്രമല്ല, അല്ലാതെ കുറെ മാച്ചസ് കണ്ടിട്ടുണ്ട്. ആ മാച്ചിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ സൊർലോത്തിനെ ഇവർ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് കൊണ്ടുവരിക. ചില മാച്ചിലൊക്കെയാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുക, സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് കൊണ്ടുവരിക, ഇതുപോലെ ക്രോസ് കൊടുക്കുക. ആളുടെ കരിയറിൽ ഒരു 40% ഗോളും ഇതുപോലെ നേടിയിട്ടുള്ള ഗോളാണ്. അപ്പോൾ ഈ ഒരു മാച്ചിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി ഒരു തിരിച്ചു വരവുണ്ടോ? ഇതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു തിരിച്ചു വരവ് ബാഴ്സയ്ക്ക് ഉണ്ടോ എന്നതാണ്. ബാഴ്സയെ സംബന്ധിച്ച് അവരുടെ ഹോമിൽ പോയിട്ട് ബാഴ്സയ്ക്ക് 2 ഗോളിന്റെ കടം തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. അതിലൊരു സംശയമൊന്നും വേണ്ട. ബാഴ്സയെ സംബന്ധിച്ച് ഹൈ ലൈൻ, ഹൈ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗോളൊക്കെ അടിക്കുക എന്ന് പറയുന്നത് 2, 3, 4, 5 ഗോളൊക്കെ അടിക്കുക എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ കൺസീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഹോം അവർക്ക് അഡ്വാൻറ്റേജ് ആണ്, 2 ഗോളിന് ഡൗൺ ആണ് എന്നതൊക്കെ പറയുമ്പോൾ അത് ബാഴ്സയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. തിരിച്ചു വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാധകർ ഹോപ്പ്ഫുൾ ആയിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് കാണാം, നമുക്കിത് നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ നല്ല രീതിയിൽ നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞ സമയത്ത് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ 3 മണിയോ 3:30 എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. ഒരു നല്ല മാച്ച് കാണാൻ പറ്റി എന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കളിച്ച ടീം തോറ്റുപോയി എന്നതാണ്. സെക്കൻഡ് ഹാഫിൽ 10 പേരെ വെച്ചിട്ട് ഇത്രയും മികച്ച രീതിയിൽ ബാഴ്സ കളിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വളരെ മികച്ച രീതിയിൽ ബാഴ്സ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ്.